എന്തത് നോക്കട്ടെ ഇങ്ങോട്ട് വെക്ക്. കളർ ബുക്കോ? ആരാ വാങ്ങിയത്? അപ്പോൾ ഇന്ന് നൈഷുവിൻ്റെ കണ്ണുപൊടിയുടെ മുത്തു ഡ്രോയിങ് ബുക്ക് ആട്ടോ കൊണ്ടുവന്ന് കൊടുത്തിരിക്കണത്. അതുകൊണ്ട് തന്നെ കളർ കൊടുത്തിരിക്കുന്നതായിരുന്നു. ഒരുവിധം പിടിച്ച് വലിച്ചിട്ടാണ് ഉച്ചക്കൊന്ന് ഉറങ്ങി കെട്ടിയിട്ടുള്ളത്. പിന്നെ വൈകുന്നേരം നീച്ചിട്ടാണ് ഞാൻ അടുക്കളയിൽ പോയി നോമ്പുറക്കാനുള്ള പരിപാടികളൊക്കെ നോക്കുന്നത്. ഇന്നലെ പത്തിരിയൊക്കെ പരത്തി വെച്ചുകൊണ്ട് അങ്ങനത്തെ വലിയ പണികളൊന്നും ഉണ്ടായിരുന്നില്ല. ബീഫ് കാക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു, അത് ഉമ്മ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ തേങ്ങ വറുത്തൊഴിക്കേണ്ട പണി എനിക്കുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇന്നുമ്മ തരി ഉണ്ടാക്കാൻ നിൽക്കുന്ന സമയത്ത് പാല് കേട് വന്നിട്ടുണ്ട് കേട്ടോ. കാക്കു ആണെങ്കിലും അവിടെ ഉണ്ടായിരുന്നില്ല. കാക്കു ഒരു 6:20 എത്തിയിട്ടില്ല. തരിയാണെങ്കിലും തരിയൊക്കെ വേവിച്ച് അവിടെ അങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ കാക്കുവിനോട് വേഗം പാലും കൊണ്ട് വാന്ന് പറഞ്ഞിട്ട് വിളിച്ച് കാക്കു 6:20 കഴിഞ്ഞിട്ടോ പാലും കൊണ്ട് വരുന്നത്. അപ്പോൾ ഞങ്ങളത് അത് കഴിഞ്ഞിട്ട് വേഗം തരിയൊക്കെ സെറ്റ് ചെയ്ത് നോമ്പുറക്കാളതൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഫ്രൂട്ട്സ്, ലൈമ്, മുട്ട ബജി, ഉള്ളിവട അങ്ങനെയൊക്കെ ആയിരുന്നു ഇന്നത്തെ നോമ്പുറക്കാണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ കാക്കു വന്നിട്ട് നേരെ ആ ചെടി നനക്കാണ്. ഇഷമോള് സമയം പോകാൻ വേണ്ടി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് സമയം കളയാണ്. അപ്പോൾ അത് അങ്ങനെ നോമ്പ് തുറന്നിട്ടുണ്ട്. ഞാനിന്ന് നോമ്പ് തുറന്ന ഉടനെ പത്തിരിയൊക്കെ കഴിച്ചിട്ടുണ്ട്. നമ്മുടെ അടുത്ത 2 കുട്ടികൾ മാത്സ് ക്ലാസ്സിന് വേണ്ടി വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാത്സ് എക്സാം ആണല്ലോ മറ്റന്നാൾ. അപ്പോൾ ഞാൻ അവർ വരുമ്പോഴത്തേനും വേഗം എൻ്റെ ഒരുവിധം പറ്റുന്ന കാര്യങ്ങളൊക്കെ ഒരുക്കി വെച്ചിട്ട് ഞാൻ അവരൊക്കെ ക്ലാസ് എടുത്ത് ഇന്നത്തെ വിശേഷം അത്രയുള്ളൂ.